എന്താണ് പരിപാടി? ഇന്ന് ഞാൻ നിൽക്കുന്ന ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ്. ആരെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ടോ? ഇത് ഞാൻ നിൽക്കുന്ന തെള്ളിയൂർക്കാവ് അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ്. അവിടാണ് ഇത്രയും മീനുകൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്നത്. ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലേ? എന്നാ ബാ കാണാം. ഇവിടെ കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന ഈ ചേട്ടനിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. ഞാൻ വന്നിട്ട് ഏതാണ്ട് ഒരു 25 വർഷമായി. എൻ്റെ അപ്പൻ വന്നിട്ട് അതിന് മുന്നേ വന്നു. അതിൻ്റെ മുന്നേ എൻ്റെ അപ്പൻ്റെ അപ്പം വന്നു. ഇപ്പോൾ എൻ്റെ മരുമകനും വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ 4ാം തലമുറയാണ് ഇവിടെ വരുന്നത്. അതായത് 60 വർഷക്കാലം കൊണ്ട് ഞങ്ങളിവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വരുന്നത് ആദിക്കാട്ടുകുളങ്ങര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ്. ആലപ്പുഴ ജില്ലയുടെ അങ്ങേയറ്റമായ ആദിക്കാട്ടുകുളങ്ങരയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ആദിക്കാട്ടുകുളങ്ങര ഒരു തൈക്കാവുണ്ട്. ഞങ്ങൾ ആ തൈക്കാവിൽ കയറി അവിടെ സിയാർത്ത് ചെയ്തതിന് ശേഷം തെള്ളൂർക്കാവിൽ 1-ാം തീയതി വൃശ്ചിക 1-ാം തീയതി നേരെ തെള്ളൂർക്കാവിൽ അമ്പലത്തിൽ വന്ന് അവിടെ ഞങ്ങൾ കാണിക്ക ഇട്ടതിന് ശേഷം ഞങ്ങൾ ഇവിടെ തെള്ളൂർക്കാവിൽ ഞങ്ങളുടെ സ്രാവ് കച്ചവടം ആരംഭിക്കും. പിന്നെ 20 ദിവസമാണ് നമ്മുടെ ഈ സ്രാവിൻ്റെ മേള ഇവിടെ നടക്കുന്നത്. തെള്ളൂർക്കാവിൽ ഇത് വർഷങ്ങളിൽ ഇതൊരു ആചാരമാണ്. 60 വർഷക്കാലം കൊണ്ട് ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തെള്ളൂർക്കാവിൽ വരുന്നത്. ഞങ്ങളുടെയും ഒരു ആചാരമാണ്. ഇതൊരു ലാഭം പ്രതീക്ഷിച്ചല്ല വരുന്നത്. തെള്ളൂർക്കാവിലെ നിവാസികൾ എല്ലാ വൃശ്ചിക മാസവും എല്ലാ ജനങ്ങളും ഇതിനകത്തിൽ ഇവിടെ കൂടുതലും ജനങ്ങൾ വിദേശ രാജ്യങ്ങളിലുള്ളവരാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ളവരെല്ലാം വൃശ്ചികം 1 നാട്ടിലുള്ള കുടുംബക്കാരോട് വിളിച്ച് അവർ പറയും, ഇന്ന വൃശ്ചികം 1 എൻ്റെ പങ്ക് അങ്ങ് കൊടുത്തുവിടണം എന്നാണ് പറയുന്നത്. തെള്ളൂർക്കാവിലെ ആചാരം എന്ന് പറഞ്ഞാൽ സ്രാവാണ്. സ്രാവില്ലെങ്കിൽ തെള്ളൂർക്കാവില്ല. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ആചാരം. ആചാരം എന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ നമ്മുടെ ഇത് കൈമാറ്റം ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതായത് പണ്ട് 10-60 വർഷങ്ങൾക്ക് മുമ്പ് ക്യാഷ് വെച്ചല്ല ഇവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാച്ചിലുള്ള വീട്ടുകാരൻ കാച്ചിൽ കൊണ്ടുവെക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, അങ്ങനൊരു സംവിധാനത്തിൽ കൂടിയാണ് ഇവിടെ കച്ചവടം തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ ആയ കാലമായപ്പോൾ ഇവിടെ നമ്മൾ ക്യാഷും ഡിജിറ്റൽ പരിപാടികളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ കാലവും കൂടെയാണ്. മതസൗഹാർദ്ദം കെട്ടുറപ്പോടെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു സൗഹൃദ പരിപാടിയും കൂടെയാണ് ഈ തെള്ളൂർക്കാവിൽ നടക്കുന്നത്. ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും വന്ന് ഈ സ്രാവ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സ്രാവാണ് ഇവിടുത്തെ മെയിൻ ആചാരം. സ്രാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം തീയതി വൃശ്ചിക 1-ാം തീയതിയാണ് ഇവിടെ ആരംഭിക്കുന്ന 20 ദിവസത്തെ കച്ചവടമാണ്. പിന്നെ ഇവിടുത്തെ ചെറിയൊരു പോരായ്മ എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ നടത്തിക്കൊണ്ടിരുന്നത് വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അമ്പലം ഇത് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യം കൂടെ നമ്മൾ പറയുകയാണ്. നമുക്ക് ഈ സ്രാവ് ചെയ്യുമ്പോൾ ഇച്ചിരി